സഖാക്കളെ, അടുത്തതായി യൂണിയൻ ഓഫീസിന്റെ ഉദ്ഘാടനമാണ്. അതിലേക്ക് സഖാവ് ദേവകിയെ ക്ഷണിച്ചോളും. സഖാക്കളെ, ഇവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കിയതിന് നമ്മുടെ കൂട്ടത്തിൽ ചിലരെ മുതലാളി കള്ളക്കേസിൽ കുടുക്കി. അദ്ദേഹത്തിന് തെറ്റുപറ്റി. ഈ യൂണിയൻ ഓഫീസിന് അടിസ്ഥാനമിട്ട അതേ നിമിഷത്തിൽ മുതലാളിത്വത്തിന്റെ ശവക്കുഴിയും നമ്മൾ കുഴിച്ചു. ഈ സന്തോഷത്തിൽ നമ്മളോടൊപ്പം പങ്കുകൊള്ളാൻ ഗോപിയും തങ്കപ്പനുമില്ല. അവരൊളിവിലാണ്. മുതലാളിയുടെ വിചാരം അദ്ദേഹം ജയിച്ചു എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റി. ഈ യൂണിയൻ ഓഫീസ് തൊഴിലാളികളുടെ പുണ്യക്ഷേത്രമാണ്. ഇവിടത്തെ ബലിക്കല്ലിൽ ബലിയർപ്പിക്കേണ്ടത് മുതലാളിത്വത്തിന്റെ തത്വസംഹിതയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടി ഞാൻ ഈ യൂണിയൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നു. ദേവകി, നിന്റെ പ്രസംഗം ഉഗ്രമായിരുന്നു എന്നാണ് കേട്ടത്. ഓ, അവിടെ കയറി നിന്നപ്പോ ഒരു ആവേശം തോന്നി. ഞാൻ തട്ടിവിട്ടു. എല്ലാരും പറയുന്നു നന്നായിരുന്നു എന്ന്. ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ പറയുമ്പോൾ നാം ഒരിക്കലും വാക്കുകൾ തേടിപ്പോകേണ്ടി വരില്ല. വിലങ്ങ് വീഴേണ്ട കയ്യാണ്. നേതാവ് പറഞ്ഞത് എത്ര ശരിയാണ്. സ്ത്രീ ഒരു ആകർഷണമാണ്. ഞാനിപ്പോ ആ വലയത്തിലാണ്. കിട്ടിയോ? കിട്ടി. ഈ സഞ്ചി ഇപ്പൊ താഴെയിടാനാണ് തോന്നിയത്. എങ്കിൽ പൊട്ടിത്തെറിച്ചെല്ലാം അവസാനിക്കുമായിരുന്നു. ജീവിക്കുന്നവർക്കല്ലേ പ്രേമവിവാഹമൊക്കെ. ഇതെന്താണ്? എന്റെ ചേച്ചിയെ നിങ്ങൾ വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. അന്ന് നമുക്ക് വീടുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു. ഇന്നത് വല്ലതുമുണ്ടോ? നമ്മളെ കഴിമരത്തിൽ കയറ്റാനുള്ള കയറാരോ പിരിച്ചു കഴിഞ്ഞു. വെടിയുണ്ടയാണെങ്കിൽ അതും പണിതു. പിന്നെ എന്തിനാണ് ഇതൊക്കെ? അയ്യോ, പോലീസ്! നീ ഇതിനെ വയ്ക്കൂ.
സാർ എവിടെയായിരുന്നു? 5-8 ദിവസമായില്ല കണ്ടിട്ട്. ഞാൻ നാട്ടിലൊന്ന് പോയിരുന്നു, പറഞ്ഞിട്ട് പോകുന്ന കരുതി. ചേട്ടൻ ഇവിടെ നോക്കി കണ്ടില്ലേ? അമ്മാവ, അമ്മായി വിളിക്കുന്നു. ഈ 2 അനന്തരവള ലളിത, ഇവളെയും തള്ളയും കൂട്ടിക്കൊണ്ടുവരാണ് ഞാൻ പോയിരുന്നത്. രാവിലെ മുറ്റത്ത് സ്ത്രീയെ കണ്ടു. അത് ഇവളുടെ അമ്മയാ, ഭവാനി. ഈ കുട്ടിക്ക് അച്ഛനില്ലേ? അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി. എവിടെയാ സ്ഥലം? സ്ഥലം അങ്ങ് വയനാടാ. ശരി, ഞാൻ വരട്ടെ. ആ, ഇതിന് മധുരല്ലല്ലേ? കുടിക്കും മോനെ. വിശന്നിട്ട് വയ്യ അമ്മേ, അപ്പ പുട്ട് വാങ്ങിച്ചതാ. ഇന്നലെ ഉച്ചയ്ക്ക് അമ്മ ഒന്നും തന്നില്ല, രാത്രി ഒന്നും തന്നില്ല. അച്ഛാ, എനിക്ക് വിശക്കുന്ന അച്ഛാ. അച്ഛാ, ദേ ഉടുപ്പ് കീറിക്കിടക്കുന്ന കണ്ടോ? അച്ഛന് ജോലിയില്ല മോനെ, ജോലി ഉണ്ടാവട്ടെ. നല്ല ഉടുപ്പ് വാങ്ങിച്ചു. മോനെ, ദാ നീ പള്ളിക്കൂടത്ത് പോ. മോൻ ഇന്ന് സ്കൂളിൽ പോകണ്ട. വിശപ്പ് കൊണ്ട് എവിടെയെങ്കിലും തലകറങ്ങി വീണാലും. നാളെ അരി കിട്ടുമെന്ന് ഞാൻ അപ്പുറത്ത് ചോദിച്ചു നോക്കട്ടെ. പാല്, ദേ പാല്. പാല് ഇതൊന്ന് കാച്ചി തന്നൂടെ? ഇത്രയും നാളും ആരാ കാച്ചി തന്നത്? ജോലിക്കാരൻ. അവനെ ഇന്നലെ രാത്രി പിരിച്ചുവിട്ടു. എന്നാലേ തന്നെ കാച്ചി കുടിച്ചു. എന്നാലും ലളിത കാച്ചി തരില്ല അല്ലേ? അമ്മായിയോട് ചോദിക്കണം. ലളിതയ്ക്ക് ഇഷ്ടമാണോ? പിടി. ആദ്യം ലളിതയുടെ ഇഷ്ടമാണല്ലോ അറിയേണ്ടത്. അമ്മാവന്റെ അമ്മയുടെ സമ്മതം ഞാൻ വാങ്ങിക്കൊള്ളാം. എന്താ ദേവു, ഞങ്ങൾക്കിനി ജീവിതമില്ല. ഇവിടെ മരണവും കാത്തു കഴിയുകയാണ്. തീയതി മാത്രം നിശ്ചയിച്ചാൽ മതി. നീ ജീവിക്കണം. ഒറ്റയ്ക്ക് നിനക്കത് കഴിയില്ല. നിനക്ക് ഒരു കൂട്ടുണ്ടാവണം. നീ ഒരാളെ കണ്ടുപിടിക്കണം. നിങ്ങളെ തോക്കാനിരിക്കും, എനിക്കറിയാം. ഇവന്റെ ശവം സഹോദരി എന്ന നിലയിൽ ഞാനിവിടെ നേറ്റുവാങ്ങും.
നിങ്ങളുടേത് ഒരനാഥ പ്രേതം എന്ന നിലയിൽ ഞാനിവിടെ ഏറ്റുവാങ്ങണോ? ഇവിടെ വെച്ച് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം. എനിക്ക് നിങ്ങളുടെ ഭാര്യ എന്ന പദവി മാത്രം മതി. അതൊരു അന്തസ്സാണ്. നിങ്ങളുടെ ശവം ഭാര്യ എന്ന അധികാരത്തോടുകൂടി ഞാൻ ഏറ്റുവാങ്ങും. അതിനുള്ള അവകാശം എനിക്ക് വിട്ടുതരണം. ദേവു, സമയം കഴിഞ്ഞു. സ്ത്രീധനം തരാൻ വലുതായിട്ടൊന്നും ഞങ്ങളുടെ ഇല്ല. നിങ്ങളൊന്നും തരണ്ട. പെൺകുട്ടിയെ മാത്രമാണ് ഞാൻ ചോദിച്ചത്. ലളിതയെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ നിങ്ങൾക്കിഷ്ടമാണോ? എനിക്കിഷ്ടമായി. നല്ല ഭയ്യ. ഇത് അവളുടെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി. നീ എന്തു പറയുന്നു? എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ. എന്നാ ഞാൻ വാക്കു കൊടുക്കാം. പക്ഷെ ഒരു കാര്യം, ഗോപി ഇവളുടെ സഹോദരനാണെന്ന് ആരോടും പറയരുത്.